ഊത്തപ്പം കഴിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? എനിക്കിന്ന് രാവിലെ ഊത്തപ്പമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രൈ പാൻ എടുക്കാം. പിന്നെ പച്ചക്കറിയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ദോശമാവാണ്. ഞാനിതാ പച്ചരി, ഉഴുന്ന്, കുറച്ച് ചോറ്, ഇത് അരച്ച് വെച്ചത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ ഉപയോഗിക്കണം അതേ മാവ് തന്നെയാണ്. ഇനി പാന് ചൂടാക്കുക. പാന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ദോശമാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ദോശമാവ് ഒഴിച്ചതിന് ശേഷം നല്ല ഫ്ലെയിം താഴ്ത്തി വെക്കണം, കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അടി കരിയും. നമുക്ക് മുകളിൽ പച്ചക്കറിയൊക്കെ ഇടാനുള്ളതാണല്ലോ. അതിൻ്റെ മുകളിൽ ആദ്യം ഞാൻ സവാള ഇട്ട് കൊടുത്തു. പിന്നെ ബീട്രൂട്ട് ചെറിയ പീസാക്കിയത്, എല്ലാം ചെറിയ പീസാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ ക്യാരറ്റ് ചേർത്തു. പിന്നെ ചില്ലി ഫ്ലെക്സ്, എരിവിഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചേർത്തത് മല്ലിയില. ഇനി വേണ്ടത് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൂടെയും മുകളിലൊക്കെ തൂവി കൊടുക്കുക. നെയ്യ് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നല്ല ക്രിസ്പിനെസ് കിട്ടുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ചും കൂടി അതിനേക്കാളും കുറച്ചും കൂടി ഒരു വലുപ്പത്തിലാണ് ചുട്ടെടുക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കുക, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്. പിന്നെ ഞാൻ ഇത് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിരുന്ന് അത് ഞാൻ വേറെ പാത്രത്തിൽ വേറെ സൈഡിലായതുകൊണ്ട് കണ്ടില്ല. അത് ഇട്ട് കൊടുക്കാൻ മറന്നു. തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർമ്മേന വന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കാൻ പറ്റിയില്ല. നമ്മളെ കൈക്കിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചില ആളുകൾ വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയും തന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ട് ചിക്കൻ കറീൻ്റെ കൂട്ടത്തിലാണ് കഴിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.